ഹലോ, നമ്മൾ ഇന്നൊരു ചിക്കൻ റോൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പും ഇട്ട് ചിക്കനും ഇട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചു. ചിക്കൻ്റെ വെള്ളമുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളൊരു കപ്പ് മൈദ എടുത്ത് നമുക്ക് ഒരു കപ്പും കൂടി എടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് രാത്രിത്തെ ഫുഡ് സ്നാക്സും ആയി. രാത്രിയൊന്നും നമുക്ക് ഉണ്ടാക്കണ്ടല്ലോ. നമ്മൾ ഉണ്ണേട്ടനും ഇത് കൊടുക്കുക, അപ്പൂവിനും ഇത് കൊടുക്കുക, അങ്ങനെ നമുക്കും കഴിക്കുക. അപ്പം നമുക്ക് ഇതിനൊരു കപ്പും കൂടി എടുക്കാം കേട്ടോ. അങ്ങനെ 2 കപ്പ് മൈദ, 2 മുട്ട, 2 കപ്പ് മൈദ, കഴുകി വൃത്തിയാക്കിയ മുട്ട നമുക്ക് ഇതിലേക്ക് ഉടച്ച് വരട്ടെ. മുട്ടയ്ക്കൊരു വൃത്തികേട്, അപ്പോൾ അതൊക്കെ കഴുകി കൊണ്ടുവരണം. ഉടയ്ക്കാനുള്ളതാണെങ്കിൽ നമ്മളെ കൈമ പിടിക്കേണ്ട. ഹലോ ഗൈസ്, നമുക്കൊരു നുള്ളുപ്പിടാം. നമ്മളെ കറീൻ്റെ അത്ര രസപ്പ് കൂടിപ്പോയി. ഇത് നമ്മൾ ചിക്കൻ വേവിച്ച ചെറു ചൂട് വെള്ളം. ഓക്കെ, ഇതൊക്കെ ഞാൻ ഒന്നിലും കണ്ടല്ല, ഇതിൻ്റെ തന്നെ തീരുമാനങ്ങളാണ് കേട്ടോ. അതൊക്കെ ഈ വെള്ളം നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സത്താണ് എന്തിൻ്റെ ചിക്കൻ്റെ. ഡെക്സൊക്കെ എന്താ വേണ്ടേ? ചീവാവ മിക്സിയിലിട്ടൊന്ന് മാവൊന്ന് അടിച്ചാളാം. മൈദയല്ലേ, കട്ട പിടിക്കും. നമുക്ക് ഓയിലൊഴിച്ച് നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതാണ്, അതൊന്ന് വാടക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളി തരും. നമ്മൾ വലിയ ഉള്ളി ചേർത്ത് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് വാടട്ടെ. കറിവേപ്പില, ഉപ്പ്, നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അങ്ങനെ 3 ഇട്ട് ഇളക്കി കൊടുക്കാം. നീ പറയേ. ഹലോ, ചിക്കൻ അതിലേക്ക് ഓയിലിട്ട് കാണിച്ചു കൊടുക്കുക. ഓയിലിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓയിലിട്ടുണ്ട്. ഓയിലിലേക്ക് ചൂടായ ഓയിലൊക്കെ ചിക്കൻ പോകണോ ഇവിടെ പൊരിയണത് ക്രീം ചെയ്ത സെറ്റ്. ഹലോ, ഇനി നമ്മൾ ഇതിലേക്ക് ഇത്തിരി മുളകും പൊടി, ഇത്തിരി ഗരം മസാലപ്പൊടി ഇട്ടെന്ന് നല്ല പൊരിച്ചെടുക്കട്ടെ കേട്ടോ. എനിക്കത് മറന്നുപോയി പൊരിക്കാൻ. ഇത് തളിക്കുന്നതിന് മുന്നേ അത് പൊരിച്ചിട്ട് അതിന് തളിച്ചാൽ മതി. അപ്പോഴേക്ക് അങ്ങനെ ചെറിയ മറവി രോഗം നമുക്ക് അതെല്ലാവർക്കും ഉണ്ടാവും, എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. കമൻറ്റ് ചെയ്തോളൂ, എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് സമാധാനമായി. വീഡിയോ നീണ്ടുപോകും. നല്ല കഴിച്ച് അപ്പം തന്നെ എറിഞ്ഞ് മുരിങ്ങൊക്കെ വരുന്നുണ്ട്. അല്ലാതെ മുരിയണ്ട. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇതിലേക്ക് കൊണ്ടിട്ട് വെക്കാം. ആ ചീങ്കട്ടി നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി. നമ്മളത് ഓഫാക്കാൻ പോവാണ്. നമ്മൾ റസ്ക് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിക്കാം. ബ്രെഡ് പൊടിച്ച് വെച്ച് നമുക്ക് 2 മുട്ട എടുത്ത് ഉടയ്ക്കാം. 2 മുട്ട നമുക്ക് ഉടച്ച് വയ്ക്കാം. ഓക്കെ, നമ്മൾ ദോശക്കല്ല് ഇവിടെ റെഡി ആയിട്ട് നമ്മളിത് ഒരു കറണ്ട് എടുത്തിട്ട് മതിയേ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഫില്ല് ചെയ്ത് തോന്നിപ്പോവും. ഇനി നമുക്ക് ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കണം. രണ്ടാമത്തെ റെഡിയായി. ഫസ്റ്റത്തെ പാലിപ്പോയി. ഇനി അടുത്തത് പാരാട്ടോ. കുറച്ച് വലുതാക്കി നമ്മൾ പാരേണ്ടതുണ്ട്. അടുത്തത് നമുക്ക് സൂപ്പറായി. അങ്ങനെ നമ്മൾ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി ഗൈസ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ മുട്ടയടിച്ചത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഓയിൽ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളക്കട്ടെ, അത്ര മതി. എന്താ നമ്മൾ ഈ മുട്ടയിൽ
കുത്തി ബ്രെഡിലിടാ. ബ്രെഡിന്റെ ഇതിന്റെ മൂട്ടിലൊക്കെ ഇങ്ങനെ ആക്കി ഗൈസ് കണ്ടോ. ഓക്കെ, സെറ്റ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് ഇരുട്ടാണ് ഗൈസ്. നമ്മളെ ചിക്കൻ റോള് റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളെ ചിക്കൻ റോള് ഇവിടെ അതാ റെഡി ആയിക്കണ. നമ്മളെ അമ്മായിക്ക് വയ്യ, കുളിക്കാണ്ട നല്ല പെട്ടുണ്ടാവും. അതുകൊണ്ട് അമ്മായിന്റെ മുഖം കണ്ടില്ല, പിടിച്ചലിച്ച് കൊണ്ടുവന്ന തിന്നേ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടിരിക്കാണ്. ഞങ്ങളെ നൈറ്റിലെ ഭക്ഷണം ഫുഡ്. സൂപ്പറാണ്. അത്രക്ക് എളുപ്പമൊന്നുമല്ല പരിപാടി. ഇനി ചിക്കൻ റോൾ പുറത്തുനിന്ന് വാങ്ങി തിന്നുള്ളൂ. ചിക്കൻ റോളും കട്ടനും. അപ്പൊ എന്റെ കുട്ടികളെല്ലാരും വാവിറങ്ങാൻ പോവായിരിക്കും. സമയത്രേടാ 9:30 ആവാനായി അല്ലേ? 9:30 നമ്മള് ഉണ്ണിയുടെ എത്തിയില്ലല്ലോ, ഉണ്ണിയുടെ പോയത്. അപ്പൊ നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നു. കൊല്ലാപ്പ് പണിയായിപ്പോയി. ടാറ്റാ. അല്ല നൈറ്റ് തിന്നണം എന്നാ പറയാ. എനിക്ക് നൈറ്റാ തിന്നണമൊന്നും ഇഷ്ടമല്ല. ഇപ്പൊ നല്ല തെറ്റ് തന്നെയാണ്. ടാറ്റാ, ലവ് യു. ഇനി അവിടെ കട്ടാക്കണം. ഞാൻ കോപ്പറാട്ടം കഴിച്ചു വെക്കാം. അപ്പൊ സുഖമാണെന്ന്. അയ്യോ, അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു.